അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും പ്രാമുഖ്യം നൽകി സമഗ്ര വികസനത്തിനുള്ള പദ്ധതികൾ മുൻപോട്ട് വെച്ച് ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭനയാണ് ബജറ്റ് അവതരണം നടത്തിയത്. 42,29,31,348 രൂപ വരവും 38,08,74,950 രൂപ ചെലവും 4,20,56,398 രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പൊതുമരാമത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രധാന റോഡുകളിൽ സ്ട്രീറ്റ് മെയിൻ ലൈൻ സ്ഥാപിക്കും. പെരുമ്പാറക്കടവ് കടവത്ത് പാലം നിർമ്മിക്കും. പൊതുമരാമത്ത് മേഖലയ്ക്കായി 5,50,00,000 രൂപ വകയിരുത്തും. കായിക മേഖലയുടെ വികസന കുതിപ്പിനുതകുന്ന തരത്തിൽ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം 1 കോടി രൂപ ചെലവിൽ ആധുനികവൽക്കരിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ധനസഹായം ലഭ്യമാക്കും. ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നതിന് ബജറ്റ് ലക്ഷ്യമിടുന്നു. പഞ്ചായത്തിലെ ശ്മശാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന് തുക വകയിരുത്തി. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തും. സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം ഉള്ള ഗ്രാമം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് മുൻഗണന നൽകി. പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് 55,00,000 രൂപ വകയിരുത്തി. വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1,10,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് 1,15,00,000, കാർഷിക മേഖലയ്ക്ക് 60,00,000 രൂപ, ഉൽപാദന മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട്. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ വികസന നയരേഖ അവതരിപ്പിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ എ ജനാർദ്ദനൻ, പി വി രജിത, എം എം പ്രജോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എൻ നാരായണൻ, കൊയ്യം ജനാർദ്ദനൻ, സെക്രട്ടറി പി മധു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ രവി തുടങ്ങിയവർ സംസാരിച്ചു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോർന്ന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.